രാജ ഇത്ര വീട് പറഞ്ഞിക്ക് അങ്ങനെയല്ല ഭക്ഷണത്തിൻ്റെ രീതി പറയാലോ ഇരിക്കി. 1500 ആളോടെ പറഞ്ഞത്. 1500 ആള്. അപ്പോൾ അങ്ങനെയല്ല ഭക്ഷണത്തിൻ്റെ രീതി എന്നാൽ ബിരിയാണിയോ സാധാ ചോറ്? ബിരിയാണി വേണ്ട, സാധാ ചോറും ഇറച്ചിയും കൊടുക്കണം. കായ്മക്കെല്ലാം വലിയ വിലയല്ലേ? കായ്മ ഭയങ്കര പൈസ തന്നെയാണ്. കായ്മൊന്നും വെച്ച് നമുക്ക് നമ്മളിപ്പോഴത്തെ ഒരു വീട്ടിൽ കൂടുതൽ കഴിക്കാനാവല്ലോ. ഇല്ലേ രമേശാ? എന്നിട്ട് ആടാക്കുന്ന ചിക്കൻ വേണ്ടി വരൂലേ? ചിക്കൻ വേണോ? എല്ലാവരും കിട്ടൂലോ. നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്തോളൂ. അത് നമുക്ക് ഫ്രൈ ആക്കാം. വരുന്നുണ്ടല്ലോ ഇത്ര വൈകിട്ട് വരുന്ന ഇങ്ങനെ കയ്യാൻ നോക്കുമ്പോ ചാന്നല്ലേ ഇപ്പാടോ വരുവഞ്ഞി ഞാളെത്ര നേരം വന്നു വെച്ചിരിക്കുന്നത്. അധികം നേരത്തെ ഇരിക്കുന്നാല് ഞങ്ങളിതിന്റെ ചർച്ചയെല്ലാം ഇട്ടിക്കാളൂ. ബാക്കി കാര്യങ്ങൾ നിങ്ങളെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം. ഞങ്ങള് ചെറിയൊരു സംഭവം തുടങ്ങിയിട്ടുണ്ട്. ആട്ടിറച്ചിയും ചോറും തീരുമാനിച്ചത്. ആട്ടിറച്ചി കൂട്ടാത്തേക്ക് കോയിറച്ചിയെല്ലാം വേണ്ടടാ. അതെല്ലാം ഉണ്ട്. അത് ഞങ്ങളിപ്പം ചർച്ച ചെയ്ത് രമേശ് ഇപ്പം പറഞ്ഞ കോയിറച്ചി വേണമെന്ന്. എല്ലാവർക്കും ആട്ടിറച്ചി പറ്റുമല്ല. കോയിറച്ചി വേണം. കോയിറച്ചി തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ എത്ര ആളെ? അത് 1500 ആളെ പരിചിട്ടാ. ഇലേന്റെ കാര്യം ഞാൻ 1500 ആള്. ഓ എത്ര ആരെയും നോക്കണ്ട. ഓ റെഡി. ഓ കാറ്റുള്ള നമുക്ക് ഇല 3 ദിവസം മുന്നേ ഇവിടെ എത്തിച്ചേരും. ഓ 4 ഏറ്റെടുത്താ പോരാ, വാക്ക് പാലിക്കും. ഓ വാക്ക് റെഡിയാ. ഓ എന്നാ പിന്നെ ഇലേന്റെ ഇവിടെ നോക്കണ്ട. പിന്നെന്താ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മള് ചർച്ച ചെയ്യാം. എന്നാ തുടങ്ങാം. ബാക്കിയുള്ള പറ കറികള്. വെള്ളരിക്കറി, വെള്ളരിയും കറിയും പറഞ്ഞു. അതിന്റെ കൂടെ കൂടുതലായിട്ട് പറയാം. എല്ലാവർക്കും വേണ്ടി വരും അല്ലേ? ഇത് കേൾപ്പിക്കാനാണ് ഇനി ചോദിച്ചേ. നല്ല കഥ. പരിപാടി എന്നടാ ചന്ദ്ര, നീ എന്ത് പണിയാ എടുക്കുന്നേ? നീ അല്ലേ രാജേട്ടന് ഇല കൊടുക്കും തന്നെ? ഓനോട് ഒരുപാട് കാലായി എന്റെ തെങ്ങുമ്മ കയറ്റരും പറഞ്ഞിട്ട് അങ്ങോട്ടല്ല ബിയ്യാത്തവന്റെ തെങ്ങുമ്മ കയറിയിട്ട് ഓനങ്ങ് പോയിട്ട്. അതുകൊണ്ട് തന്നെ അന്ന് ലീസിടലിന് ഞാൻ പറഞ്ഞത് ഓനൊരു പണി കൊടുക്കണം വിചാരിച്ചു. ഒരു ഇലയല്ല കൊടുക്കുന്നത്, ഓലക്ക പിന്നൊക്കെ കൊടുക്കുന്നത്. പോയി ഇവിടെ